മൂല്യന്മാരെന്നെ പറയാണ്, ഇത് പുതിയ കാലത്ത് മൂല്യന്മാരെന്നെ പറയാണ് അതൊന്നും ഹുസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാണ് ആത്മഹത്യാപരമായ അങ്ങനത്തെ ഒരു കർബലയിലേക്ക്? ഇത് ആരപ്പ മൂല്യന്മാരെ പുതിയ പ്രസംഗം, മൂല്യന്മാരെ പ്രസംഗം, പുതിയ മൂല്യന്മാരെ പ്രസംഗമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഓ ബസറേക്കിട്ട് ഭയങ്കര പുതിയ മൂല്യന്മാരെ പ്രസംഗം, മൂല്യന്മാരെ പുതിയ പ്രസംഗമാണ്. അത് ഹുസൈൻ ചെയ്യാൻ പാടില്ല, അത് തെറ്റ് സംഭവിച്ചതാണ്. ആരപ്പ പറയണത്? ഈ ഇന്നത്തെ ഇരുകാലി, ഓൻ്റെ പള്ള നിറച്ച് പലിശ, ഓൻ്റെ തൊള്ളയിലും പലിശ, ഓൻ്റെ മൂക്കിലും പലിശ. ഈ പലിശക്കാരനായ, ഈ പലിശ മുണിങ്ങി നടക്കണ ആധുനിക മൂല്യർ പറയാണ് എന്ത് ഹുസൈൻ ചെയ്തത് തെറ്റാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ പുതിയ കാലം. റഹ്മത്തുള്ള ഖാസിമി മുത്തേടം എന്ന് പറയുന്ന ഈ മനുഷ്യന് ഏതെങ്കിലും ഒരു ക്ലിപ്പ് കേൾക്കുമ്പോൾ അതിൻ്റെ അപ്പുറോ ഇപ്പുറോ കേൾക്കാതെ ആരോ കൊടുക്കുന്ന ക്ലിപ്പ് കേട്ടിട്ട് ജന്താണ്ടൊക്കെ വിളിച്ചു പറയുകയാണ്. റഹ്മത്തുള്ള ഖാസിമി മുത്തേടത്തിന് ഇത് പറയാനുള്ള അർഹത ഉണ്ടോ ഇല്ല എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ റഹ്മത്തുള്ള ഖാസിമി മുത്തേടം വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തർജ്ജമ എഴുതിയപ്പോൾ ആ തർജ്ജമയിൽ അള്ളാഹിൻ്റെ റസൂല് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞൊരു ഒരു 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 ഖുർആൻ പരിഭാഷ ഉണ്ടായിരുന്നു. അത് പിന്നെ വെളിച്ചം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അത് പിൻവലിച്ചു. അടപടലം മുക്കിയ ആളാണ് റഹ്മത്തുള്ള ഖാസിമി. അങ്ങനത്തെ റഹ്മത്തുള്ള ഖാസിമി ആരെ പറ്റിയാണ് പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്നു എന്ന് യാതൊരു ഉളുപ്പില്ലാതെ തുന്നിച്ചേർത്ത ഈ റഹ്മത്തുള്ള ഖാസിമി ഇത് പറയാനുള്ള അർഹതയുണ്ടോ? ചിന്തിച്ചു പോകണം, ചിന്തിച്ച് നോക്കണം. റഹ്മത്തുള്ള ഖാസിമിയെ പിന്തള്ളുന്ന ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കണം ഇയാൾക്ക് ഇത് പറയാനുള്ള അർഹത ഉണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ആ മുസ്ലിയാർ പറഞ്ഞത്? ആധുനിക മുസ്ലിയാരല്ല ഖാസിമിയെ. അന്നിങ്കാട്ടി പ്രായം ഉണ്ടാവും, അന്നിങ്കാട്ടി പ്രായം ഉണ്ടാവും, അന്നിങ്കാട്ടി മുമ്പ് സനതും വാങ്ങിയ ആളായിരിക്കും. അങ്ങനത്തെ ആളായി പറഞ്ഞത്. എന്താ പറഞ്ഞത് പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോക്കാം. തങ്ങൾ ഇജ്തിഹാദിൽ വന്ന അബദ്ധമാണെങ്കിലും വലിയ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉണർത്താതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയായ രാഷ്ട്രമാണ് യസീദിന്റെ നേതൃത്വത്തിൽ ഡമസ്കസ് തലസ്ഥാനമായി നടക്കുന്ന മുസ്ലിം ഭരണകൂടം. ലോക വൻശക്തികളെ കുഞ്ചിക്ക് പിടിച്ച് കിടുകിടാവറപ്പിച്ച ഭരണകൂടത്തിനോട് മല്ലിടാനാണ്, യുദ്ധം ചെയ്യാനാണ് പുറപ്പെടുന്നത്. നിരായുധരായ 72 ആളുകളെയും കൂട്ടിയിട്ട് ഈ പോയ പോക്ക് ആത്മഹത്യാപരമാണ്. അത് ചെയ്യാൻ പാടില്ല. ശത്രുവിനോട് പൊരുതുമ്പോൾ ശത്രുവിന്റെ വലിപ്പം മനസ്സിലാക്കണം, ശത്രുവിന്റെ സ്വാധീനം മനസ്സിലാക്കണം. അതായത് യസീദ് എന്ന് പറഞ്ഞ നീചനായ ഭരണാധികാരി മുസ്ലിങ്ങളൊക്കെ കൊന്നൊടുക്കുന്ന ഒരു ആള്, ശക്തനായ ഭരണാധികാരി, ശക്തമായ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളുമുണ്ട്, അതുപോലെ തന്നെ സൈന്യങ്ങളുമുണ്ട്. അത്തരം ആളുകളോട് ഏറ്റുമുട്ടാൻ വേണ്ടി 70 ചില്ലറ ആളുകളുമായിട്ട് ആയുധമില്ലാതെ അങ്ങോട്ട് ചെന്നത് അത് ആത്മഹത്യാപരമായി പോയി. ആ ആത്മഹത്യാപരം എന്നുള്ള വാക്കിനെയാണോ താങ്കളും തങ്ങളെപ്പോലുള്ള കള്ളത്വരീകത്തുകാരും വിമർശിക്കുന്നത്? തന്നെ ആത്മഹത്യാപരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെയാണ് എതിർക്കുന്നത്. ആ വാക്കിനെ എതിർക്കാൻ മാത്രം താങ്കൾക്ക് വല്ലതും ഉണ്ടോ? കാരണം മുമ്പ് നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ പറ്റി പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ? അതായത് ചെയ്തത് ചെറിയൊരു അബദ്ധം അവിടെ സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ അവിടെ ആത്മഹത്യാപരം എന്ന് മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ നിലക്കാണ് മനസ്സിലാക്കി വെച്ചെങ്കിൽ അതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ആ പറഞ്ഞതിൽ അബദ്ധമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് വെച്ചാൽ അത് തിരുത്തിക്കോളും, അത് തിരുത്തിയിട്ടുണ്ടാവും. അതേസമയം ഇത് പറയാൻ അർഹതമാണെങ്കിൽ ഇത് ചെയ്യാത്ത ആളായിരിക്കണം. വേറെയുള്ളവരെ കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഞാനും അക്ഷരം കൊണ്ടില്ല. അതേസമയത്ത് റഹ്മത്തുള്ള ഖാസിമിക്ക് ഇത് പറയാനുള്ള അധികാരമുണ്ടോ, അവകാശമുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. കാരണം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു. ആ ഖുർആൻ പരിഭാഷ രംഗത്തിറങ്ങിയിരുന്നു, പിന്നെ പറ്റപ്പുറത്തം വിട്ടു എന്നാണ് ഞാൻ കേട്ടത്.